കടിക്കുന്നേ? ആദ്യമൊക്കെ എന്നോടായിരുന്നു എത്ര പീസിലാ വേണ്ട കുഞ്ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നോക്ക് എനിക്ക് നീ. ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞു പേരിയാ അപ്പൊ ഇന്നെന്താ വിശേഷം? ഇന്ന് സുഖാണോ? എനിക്ക് സുഖം. എല്ലാവർക്കും സുഖാണോ? എനിക്ക് സുഖം കേട്ടോ. എനിക്ക് ഇന്നലെ പെയിനൊക്കെ മാറി എന്റെ മുഖം കണ്ടിട്ട് ഞാൻ ഹാപ്പി ആയിട്ടുണ്ട്. ഡിസ്ചാർജ് മീൻസ് ഇനി അവര് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരില്ല, 2 ദിവസം കുടുംബം വരില്ല കാണാന്. എന്നെ കാണാൻ വരില്ല, കുഞ്ഞു ബേബിനെ മാത്രം ചെക്ക് ചെയ്യാൻ വരുള്ളൂ. ഇനിയപ്പോ ആളോട് നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോർമലായിട്ട് ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ വിടുന്നു. കുഞ്ഞു ബേബിന്റെ പുതിയ ഉടുപ്പാട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ഉപ്പ്? എങ്ങനെയുണ്ട്? അപ്പൊ ഇന്ന് എല്ലാ ദിവസം പോലെ രാവിലെ എണീച്ചു. രാവിലെ പൊന്നുവിന് എന്താ ഉണ്ടാക്കിയെടുത്തേ? ഉപ്പുമാവ്. ഇന്ന് ഉപ്പുമാവാട്ടോ ഉണ്ടാക്കിയേ. ഉപ്പുമാവ് എന്നുള്ളത് അറിഞ്ഞിട്ട പേരട്ടോ. കുറച്ച് ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞു കേട്ടോ. കുറച്ച് ഉപ്പ് കൂടിപ്പോയി ഉപ്പാവിന്. ഇന്ന് പേടിച്ചു പോയോ? അവർക്ക് ഇഷ്ടമായി. ഈ ഉടുപ്പിൽ ഭയങ്കര കംഫർട്ടായിട്ട് കിടക്കുന്നുണ്ട്. വിശക്കുന്നുണ്ട്. അപ്പൊ ചായ ഇട്ട് കൊടുക്കട്ടെ പൊന്നുവിന്. ഓക്കെ, ചായ കുടിക്കാം. എന്നാ പരിപാടി? നീ ചായ ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കണ്ടേ? ചായ കുടിക്കാൻ പഞ്ചസാര ഇല്ല, പഞ്ചസാര വാങ്ങണം. എന്താടാ പരിപാടി? പാല് വാങ്ങണ്ടേ? 10, 20. ഇത് ഹെലശിമാവൻ കൊണ്ട് തന്നെ ഉപ്പായിയാ പറ അപ്പനോട്. സൂപ്പർ ആയിട്ടുണ്ട് അപ്പേ പറ. അപ്പന്റെ കുഞ്ഞേ കൈ ആകാശം നോക്കി കിടക്കും കേട്ടോ. അത് ആകാശം നോക്കി കിടക്കുവാനോ സ്കൈ ബേബി. ഞാൻ വീട്ടിൽ പാല് വാങ്ങിട്ട് തരാം. പാലും പഞ്ചസാര. ഓക്കെ. അപ്പൊ നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ആയത്. നേരെ നമ്മുടെ അക്കോമഡേഷൻ്റെ ഓപ്പോസിറ്റുള്ള സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. കണ്ടോ, നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഈ കാണുന്ന മൊത്തം പാല് സെക്ഷൻസ് ആട്ടോ. ഇവിടെ പോയി മെയ് 1 വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മളെടുത്തു. പഞ്ചസാര താണ്ടേ, ഇതാണ് ഇവിടെ കിട്ടുന്ന പഞ്ചസാര. കണ്ടോ, ഗ്രാനുലേറ്റഡ് ഷുഗർ, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഞ്ചസാര, തരിതരിയുള്ള പഞ്ചസാര. 70 പെൻസാണ് കേട്ടോ അതിന് വില. അതേ നാട്ടിൽ 70 രൂപ. പൊന്നുവിന് ഏറ്റവും ഇഷ്ടമുള്ള കടിയാണ് ഈ കാണുന്നത്. ഇത് പൊന്നിന് കൊടുത്താൽ പൊന്നു ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കടിക്ക് കൊടുക്കാം. ഇത് നല്ല കളറുണ്ട്. അപ്പോൾ ഇതെടുക്കാം. ഇത് ഈ ആപ്പിളാണ് കേട്ടോ. ഈ ഉള്ളിൽ കാണുന്ന ആപ്പിളും കുറച്ച് ഷുഗറൊക്കെ ഇട്ടിട്ടുള്ള സാധനം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ചായയുടെ കൂടെ കഴിക്കാൻ. കാപ്പി, നമ്മുടെ കടിയും, ഇതിന്റെ സ്പെഷ്യൽ പൈനാപ്പിളും. കുഞ്ഞാ ചെറിയൊരു നാള് നാട്ടില് നമ്മളങ്ങനെ ചെറിയ പെരുന്നാൾ. ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം വേണമെന്ന് പറഞ്ഞ സാധനം സ്റ്റാറിന് ഒരു കമ്പില്ല. നല്ല രസമുണ്ട് വെച്ചേ. പേടിച്ചു പോയി വെച്ച്. പൈനാപ്പിളൊക്കെ അമ്മ തിന്നിട്ട് പപ്പി കൂടി തരാം. കുഞ്ഞ് ആകാശത്തേക്ക് നോക്കാട്ടോ. അവളെപ്പോഴും സ്കൈ നോക്കി എടുക്കണം. നാട്ടിലെ പഴംപൊരിയൊക്കെ പോലെ. എനിക്ക് നാട്ടിലെ പഴംപൊരി പോലെ. ഇവളുടെ നാട്ടിലെ പഴംപൊരി ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. അപ്പൊ ഞങ്ങളും ഉള്ളത് കൊണ്ട് ഓണം പോലെ എല്ലാം ഉള്ളത് കൊണ്ട് ആഘോഷിക്കും അല്ലേ? നാട്ടിലായിരുന്ന കുഞ്ഞിപ്പത്തലും നല്ല ചിക്കൻ കറിയൊക്കെ കിട്ടുക. കുഞ്ഞ, നിനക്ക് എന്തെങ്കിലും നോമ്പോർമ്മ ഉണ്ടോ? നീ നോമ്പോർക്കൊന്നും കിട്ടില്ല. അതെന്താ കുഞ്ഞ, നീ എല്ലാം എടുത്ത് കടിക്കുന്നേ? മോനെ അകട്ടില്ല. പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കും വീടിന്റെ അടുത്തുള്ള കുഞ്ഞു കുട്ടികൾ വരും കേട്ടോ. മൈലാഞ്ചി ട്യൂബും കണ്ട് മൈലാഞ്ചി ഇട്ട് തരാൻ വേണ്ടിട്ട്. ഞാനായിരുന്നു അവിടുത്തെ ഡിസൈനർ. കണ്ടോ, ഇവ നോക്ക്. എനിക്ക് നീ പോയിട്ട് കാപ്പി ഉണ്ടാക്കിട്ടോ. ആകെ ഇത്തിരി കുഞ്ഞു കപ്പുണ്ട്, അതിന്റെ ഉള്ളിലില്ല. എന്നാൽ ഇതൊരു മനസാക്ഷിയില്ല. എന്നാ ചായ ഉണ്ടാക്കിട്ടോ. അത് കൊള്ളാലോ. എന്താണ് എനിക്ക് കാണാം.
വട്ടയില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാ? ഓ വലിയ പുള്ളി. ആ ഞാൻ അമ്മയ്ക്കും മോക്കും താരാട്ടുപാട് പഠിത്താട്ടെ. ഏത് പാട്ടാ? അത് വിദ്യാമാധവ് അവര് പാടിയ പാട്ടല്ലേ? പാട്ടെ. അമ്പോറ്റിയേ നിന്റെ ഞെട്ടിയോ? കുഞ്ഞി ഞെട്ടി. കുഞ്ഞിനെ ആ പാട്ട് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. പാട്ട് ഇഷ്ടമല്ല. നീ ഇങ്ങനെ പാട്ട് ചിക്കൻ കറി വെക്കാം. നല്ല വറുത്തരച്ച ചിക്കൻ കറിയാ. ചിക്കൻ കറി കൂട്ടാതിരുന്ന അത് നല്ല ഉറക്കത്തിലാട്ടോ. ചിക്കൻ കറി വറുത്തരച്ച് തേങ്ങ ഇടാതെ. പക്ഷെ വറുത്തരച്ച് സമ നീ ആദ്യം ഇങ്ങനെയൊക്കെ ചിക്കനൊക്കെ അരിയായിരുന്നു. ശരി, സവോളയൊക്കെ അരിയായിരുന്നു. ഞാനുണ്ടല്ലോ, ഞാനൊരു സാധനം വെക്കൂലായിരുന്നു. ആ പാടെ മുട്ട പൊരിക്കാൻ അറിയായിരുന്നു. ഒന്ന് പ്രഗ്നന്റ് ആയ പിന്നെയാണ്, വേറെ വഴിയില്ലല്ലോ, അപ്പം ഇതിനോരോന്ന് ഉണ്ടാക്കും. പക്ഷെ UK വന്നതിന് ശേഷമാണ് കറി വെക്കാൻ പഠിച്ചേ. അല്ല പിന്നെ നാട്ടിൽ മമ്മി ഉണ്ടല്ലോ, സുഖല്ലേ? നാട്ടിലൊക്കെ ജീവിക്കുന്നവർക്ക് സുഖ ജീവിതം. ഏതല്ലേ ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇരിക്കുക, അമ്മാന്ന് വിളിക്കുക, അപ്പത്തേക്ക് എത്തൂലേ. ആദ്യമൊക്കെ എന്നോടായിരുന്നു എത്ര വയസ്സിലാ വേണ്ട കുഞ്ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ തന്നെ പഠിച്ച്. ഇവിടെ വന്നപ്പോ എനിക്കൊരു സാധനം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഇവിടെ വന്ന സമയത്ത് തന്നെ എനിക്ക് കോവിഡ് പിടിച്ചായിരുന്നു. വന്ന് ഒരാഴ്ച അല്ല, ഇവിടെ വന്നപ്പോ കോവിഡിന്റെ ടൈമിലാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ വന്ന സമയത്ത് ഫസ്റ്റ് കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോ എനിക്കാണെങ്കിൽ പോസിറ്റീവ്. എന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, ഒരു വഴിയില്ല, ഒരു സാധനം ഉണ്ടാക്കാൻ അറിയത്തുമില്ല. എന്നിട്ട് പിന്നെ ഹെരസണ്ണൻ വന്ന് രക്ഷകൻ വന്ന് ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച് പിന്നെ പുള്ളിയെ ഉണ്ടാക്കി തന്ന്. പക്ഷെ കൊറോണ ആയിട്ട് ഹെരസനം വന്നൂലേ? ആ പുള്ളി, എനിക്ക് കോവിഡ് ആയിരുന്നപ്പോൾ പുള്ളി വന്നിട്ടോ. പുള്ളി അങ്ങനെ മനുഷ്യനാണ്, പുള്ളി ഭയങ്കര അടിപൊളിയാണ്. പുള്ളിക്ക് കൊറോണയും പേടിയില്ല, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സപ്പോർട്ടാണ്. ചോറും കറിയും, ചോറ്, ചിക്കൻ കറി, മീൻ വറുത്തത്, രസം. എന്റെ ഹോട്ടലിൽ പോയി ഫുഡ് ഓർഡർ ചെയ്ത പോലെ ഉണ്ടല്ലോ ചോറോടൊക്കെ. വല്ലപ്പോഴും അല്ലേ കഴിക്കാം. അങ്ങനെ ചോറായി, കറിയായി, വൈകി പോയി കഴിക്കാൻ. എന്താടി പെണ്ണിന് ചിക്കൻ കറിയല്ല നമ്മളെ കണ്ടിട്ട് പെണ്ണിന് സന്തോഷം വന്നിട്ട് കുഞ്ഞ് പീശൊക്കെ കഴിച്ച് കഴിച്ച് മൂച്ച് തിന്നാം. കണ്ണടച്ചിരിക്കുന്നേ അടിപൊളി കുഞ്ഞാ. എനിക്ക് വയ്യ എന്റെ പൊന്നു കുഞ്ഞാ. മമ്മി ഉണ്ടാക്കത്തിരുന്ന രസം രസം സെറ്റായി രസം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഞങ്ങള് ചോറും ചിക്കനും രസമൊക്കെ ചെയ്താലേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ ഓക്കെ പൊന്മണി. കുഞ്ഞു